മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ ശക്തമാകുന്നു. ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കാവുന്ന ഒരു സംഭവ വികാസമായി ഇറാനുമായി ബന്ധമുള്ള ഒരു കപ്പൽ US സേന പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സമുദ്ര സുരക്ഷയും അന്താരാഷ്ട്ര നിയമങ്ങളും ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഈ സംഭവം ലോകശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ കടൽപാതകളിൽ വീണ്ടും ആശങ്ക ഉയർത്തുന്ന സംഭവ വികാസമാണ് ഇറാനുമായി ബന്ധമുള്ള ഒരു കപ്പൽ US സേന പിടിച്ചെടുത്തത്. ഹോർമോസ് കടലിടുക്ക് സമീപത്തായി നടന്ന ഈ നീക്കം ആഗോള വ്യാപാരത്തിനും പ്രത്യേകിച്ച് എണ്ണ വിതരണത്തിനും നിർണായകമായ കടൽപാതകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാകുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കപ്പൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ചുവെന്ന നിയമവിരുദ്ധ ചരക്കുകൾ കൊണ്ടുപോകുകയായിരുന്നുവെന്ന ഉള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. എന്നാൽ US ഭാഗത്ത് നിന്ന് ഇതുവരെ വിശദമായ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. മറുവശത്ത് ഇറാൻ ഈ നടപടിയെ ശക്തമായി വിമർശിക്കുകയും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതകളും ഉയരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമോസ് കടലിടുക്കിൽ ഇത്തരം നീക്കങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ആഗോള വിപണികളിലും നേരിട്ടുള്ള സ്വാധീനം ചെലുത്താൻ ഇടയാക്കും. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ US ഇറാൻ ബന്ധം ഇതിനകം തന്നെ കടുത്ത സംഘർഷാവസ്ഥയിലാണ്. ആണവ കരാർ, സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീന പോരാട്ടങ്ങൾ എന്നിവ ഈ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കപ്പൽ പിടിച്ചെടുത്ത നടപടി ഒരു സുരക്ഷാ നീക്കം എന്നതിലുപരി ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമായും വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ.